ഹായ് ഹലോ ഓൾ. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്നൊരു ഗാർഡൻ ടൂറാണ് ചെയ്യാൻ പോകുന്നത്. ഗാർഡൻ വേറെ ആരുടെ അല്ല, എൻ്റെ സിസിൻ്റെ ഗാർഡൻ തന്നെയാണ്. അപ്പോൾ ഞാൻ എപ്പോഴും എനിക്ക് ഒരു റോൾ മോഡലായിട്ട് ഉള്ള ഒരാളാണ് എൻ്റെ സിസ്. പ്ലാന്റ്സ് വെക്കുന്ന കാര്യത്തിലാണെങ്കിലും അത് റിപ്പോർട്ട് ചെയ്യുന്നത് പോലെ ഒരുപാട് കളക്ഷൻസും കാര്യങ്ങളൊക്കെ സിസിൻ്റെ അടുത്തുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഗാർഡൻ്റെ ടൂറാണ്. അഗ്ലോണിമ വെറൈറ്റീസൊക്കെ ധാരാളം ഉള്ളൊരു ഗാർഡനാണ്. അതുപോലെ മറ്റ് പ്ലാന്റുകളും ബിഗോണിയാസും ഒക്കെയുള്ള നല്ലൊരു ഗാർഡനാണ്. അപ്പോൾ ഈ ഗാർഡനാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. ഈ ഗാർഡനിലെ ഫുൾ പ്ലാന്റ്സ് നമുക്ക് കാണിക്കാൻ ഈ ഒരു വീഡിയോസ് ഒന്നും മതിയാവില്ല. എന്നാലും ഞാനിത് വളരെ ഷോർട്ടാക്കിയാണ് ഈ വീഡിയോ എടുത്തേക്കുന്നത്. വീഡിയോ എങ്ങനെ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ആകെ കൺഫ്യൂഷനായിരുന്നു. അപ്പോഴാണ് നമ്മൾ സിങ്കോണിയം വെറൈറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വെച്ചത്. ഈ ഒരു പ്ലാന്റ് വന്നിട്ട് സിങ്കോണിയം നാരോ ലീഫാണ്. നെക്സ്റ്റ് വന്നിട്ട് വേറൊരു വെറൈറ്റി സിങ്കോണിയമാണ്. ഇതിൽ ഗ്രീൻ ലീഫ് വന്നിട്ട് ഒരു വൈറ്റ് ഷെയ്ഡ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് സിങ്കോണിയത്തിൻ്റെ തന്നെ വേറൊരു വെറൈറ്റിയാണ്. ഒരു പിങ്ക് ലീഫുള്ള ഒരു അടിപൊളി പ്ലാന്റാണിത്. ഇതൊക്കെ വളരെ ബുഷി ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് സെബ്രീന പ്ലാന്റ് ആണ്. സീബ്രയുടെ പുറത്തുള്ള വരകൾ പോലെയാണ് ഈ പ്ലാന്റ്. നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇതിൻ്റെ വരകൾ നമ്മൾ സീബ്രയുടെ പുറത്ത് കാണുന്ന വരകൾ പോലെയാണ്. അതുകൊണ്ടായിരിക്കും ഇതിന് സെബ്രീന എന്ന് പേര് വന്നത്. നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഒരു കലാത്തിയ പ്ലാന്റ് ആണ്. ഇതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതിനൊരു ബ്ലഷൊക്കെ വന്ന പോലത്തെ ഒരു ലീഫ് നമുക്ക് കാണാൻ പറ്റും. ഒരു റെഡ് കളറുള്ള ലീഫ് നമുക്ക് ഇതിൻ്റെ ഇടയിൽ കാണാൻ പറ്റും. മച്ചറാകുമ്പോൾ ഈ റെഡ് കളർ ഇതിൽ നിന്ന് ഫെയ്ഡായി പോകുന്നതായിട്ട് നമുക്ക് കാണാം. അതുപോലെ ഇത് ഹൈറ്റ് വെക്കുന്ന ഒരു കലാത്തിയ പ്ലാന്റ് കൂടിയാണ്. ഈ ഗാർഡനിൽ വേറെയും 2-3 വെറൈറ്റി കലാത്തിയ പ്ലാന്റ്സ് ഉണ്ട്. നമ്മൾ ഈ വീഡിയോയിൽ അതൊക്കെ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഈ ഒരു റിയോ പ്ലാന്റ് ആണ്. ഇതിൻ്റെ പല വെറൈറ്റീസ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ഗാർഡനിൽ ഗ്രീനും അതുപോലെ തന്നെ ഈ വയലറ്റ് ഷെയ്ഡുള്ള റിയോ പ്ലാന്റ് ആണ് ഉള്ളത്. നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഇത് ഈ ഒരു പ്ലാന്റ് ആണ്. പേരെനിക്ക് കറക്റ്റ് അറിയത്തില്ല. ഇതിൻ്റെ ലീഫ് അത്യാവശ്യം കട്ടിയുള്ളൊരു പ്ലാന്റ് ആണ് അത്. അതുപോലെ ഇതൊരു റിബൺ പ്ലാന്റ് ആണ്. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ബിഗോണിയയുടെ ഒരു വെറൈറ്റി പ്ലാന്റ് ആണ് ഈ ഗാർഡനിലുള്ളത്. അത്യാവശ്യം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിങ്ക് ലീഫ് വന്നിട്ട് റെഡ് ഷെയ്ഡ് ലീഫിൻ്റെ തൊട്ട് ബാക്കിലായിട്ട് വരുന്ന നല്ലൊരു അടിപൊളി ബിഗോണിയാണ്. ഈ ഗാർഡനിൽ വേറെ 2-3 വെറൈറ്റി ബിഗോണിയാസും കൂടെ ഉണ്ട്. ഈ ഒരു പ്ലാന്റ് വന്നിട്ട് ഡ്രസീന പ്ലാന്റ് ആണ്. അത്യാവശ്യം ചെറിയ തൈകളാണ് ഇവിടെ നിൽക്കുന്നത്. ഒരുപാടുണ്ടായിരുന്നു, കളഞ്ഞാന്നാണ് പറഞ്ഞത്. നെക്സ്റ്റ് ഒരു പ്ലാന്റ് വന്നിട്ട് അഗ്ലോണിമ കിങ് ആണ്. കിങ്ങിൻ്റെ അടുത്തായിട്ട് നിൽക്കുന്ന ഈ ഒരു പ്ലാന്റ് വന്നിട്ട് നമുക്കതിൻ്റെ കറക്റ്റ് നെയിം അറിയത്തില്ല. ലീഫിനൊരു റെഡ് ആൻഡ് ബ്രൗൺ കളറാണ്. നെക്സ്റ്റ് ഈ ഒരു പ്ലാന്റ് വന്നിട്ട് സ്പൈഡർ പ്ലാന്റിൻ്റെ ഒരു കാറ്റഗറിയിലുള്ള പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റ് വന്നിട്ട് വെരിഗേറ്റഡ് ലീഫി പ്ലാന്റ് ആണ്. ഇത് വളരെ കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. നെക്സ്റ്റ് ഈ ഒരു പ്ലാന്റ് വന്നിട്ട് നമുക്ക് വെരിഗേറ്റഡ് ആയിട്ടുള്ള അരേലിയ പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റിൻ്റെ ലീഫൊക്കെ കുറച്ച് വാടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതാണ് ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഈ ഗാർഡനിലെ. ആ ഒരു പ്ലാന്റ് എന്തോ വാടി നിൽക്കുന്നതായിട്ട് നമ്മൾ കണ്ടു. അതുപോലെ അരേലിയാസ് തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇത് വളരെ കോമൺ ആയിട്ട് കാണുന്ന സിങ്കോണിയം ആരോ ഹെഡാണ് ഈ ഒരു പ്ലാന്റ് വന്നിട്ട്. ഗ്രീൻ ലീവ്സ് ആണ് ഇതിൻ്റെ പെക്യുലാരിറ്റി. നെക്സ്റ്റ് ഈ ഒരു പ്ലാന്റ് വന്നിട്ട് സ്പൈഡർ പ്ലാന്റ് ആണ്. ഇത് നല്ല മച്ചുറായിട്ടുള്ള സ്പൈഡർ പ്ലാന്റ് ആണ്. അതുകൊണ്ട് തന്നെ ബേബി പ്ലാന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഒരു ഷൂട്ടിൽ നിന്ന് തന്നെ കുറേ ബേബി പ്ലാന്റ്സ് കാര്യങ്ങളൊക്കെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. മച്ചുറായിട്ടുള്ള സ്പൈഡർ പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിൻ്റെ അടുത്ത് തന്നെയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് റെയിൻ ലില്ലി. ഇത് വന്നിട്ട് ഫ്ലവറൊക്കെ ഉണ്ടാവുന്ന ഒരു റെയിൻ ലില്ലിയാണ്. ഇതിൻ്റെ ഫ്ലവർ വന്നിട്ട് ഒരു പിങ്ക് കളറുള്ള ഫ്ലവർ ആണെന്നാണ് സിസ് പറഞ്ഞത്. ഇനി നെക്സ്റ്റ് ഈ ഒരു പ്ലാന്റ് വന്നിട്ട് നമ്മൾ ഇലമുളച്ചി എന്നൊക്കെ വിളിക്കുന്ന കലാഞ്ചിയോ പ്ലാന്റ് ആണ്. ഇതിലും ചെറിയ ഫ്ലവറൊക്കെ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് കൂടിയാണ്. നെക്സ്റ്റ് ഈ ഒരു പ്ലാന്റ് വന്നിട്ട് ഒരു ലീഫി പ്ലാന്റ് ആണ്, ഇലച്ചെടിയാണ്. ഇതിൻ്റെ പേര് വന്നിട്ട് കാരിക്കേച്ചർ പ്ലാന്റ് എന്നാണ്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇലകളുള്ള ഇതിൽ ഒരു പിങ്ക് ഷെയ്ഡ് വന്നിട്ട് ഉള്ള പ്ലാന്റ് ആണ്. ഇനി നെക്സ്റ്റ് കുറേ പ്ലാന്റ്സ് ഇവിടെ നിൽപ്പുണ്ട്. എല്ലാം ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഓരോരോ പ്ലാന്റ് പരിചയപ്പെടുത്തുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഇത് വന്നിട്ട് ആൻഡൂറിയോ ആണ്. ഇതിലൊരു പിങ്ക് ഒരു ഫ്ലവർ ഉണ്ടായി നിൽപ്പുണ്ട്. ഈ വീടിൻ്റെ അടുത്തായിട്ട് കുറച്ച് പാടം പോലുള്ള പ്രദേശങ്ങളുണ്ട്. അതാണ് ഈ വെള്ളമൊക്കെ കാണുന്നത്. ഈ ഒരു പ്ലാന്റ് വന്നിട്ട് ചെത്തിയാണ്, ഇക്സോറ പ്ലാന്റ് ആണ്. ഇത് ഫ്ലവറൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ചെത്തിയൊക്കെ പൂക്കുന്ന ഒരു സമയമാണ്. ഇത് വന്നിട്ട് ഒരു അരേലിയയുടെ ഒരു പ്ലാന്റ് ആണ്. വേറൊരു വെരിഗേറ്റഡ് വെറൈറ്റിയാണ്. ഇതിൻ്റെ ലീഫ് വന്നിട്ട് ഒരു റൗണ്ട് ഷേപ്പൊക്കെ പോലെ വരുന്ന ഒരു പ്ലാന്റ് ആണ്. ഈ ഒരു പ്ലാന്റ് വന്നിട്ട് ബ്ലഡ് ലീഫ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഒരു ക്രിങ്കിൾഡ് ആയിട്ടുള്ള ലീഫുള്ള പ്ലാന്റ് ഇവിടെ ഉണ്ടായിരുന്നു. പക്ഷേ അത് നമുക്ക് ഇപ്പോൾ നിലവിലില്ല, ഓൾറെഡി അത് പോയി. ബ്ലഡ് ലീഫിൻ്റെ ഈ ഒരു പ്ലാന്റ് നമ്മുടെ ഈ ഗാർഡനിലുള്ളൂ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പ്ലാന്റ് പരിചയപ്പെടാം. പിന്നെ ഒരു ചെമ്പരത്തി നിപ്പുണ്ട്. അതിൽ ഫ്ലവറൊന്നുമില്ല, എന്ത് കളറാണെന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയില്ല. പിന്നെ വന്നിട്ട് ലക്കി ബാമ്പു ആണ്.
മിക്ക വീടുകളിലും നമ്മളിത് കോമൺ ആയിട്ട് നമ്മുടെ ഭാഗ്യത്തിനൊക്കെ വേണ്ടി വളർത്തുന്നതായിട്ടാണ് പറയുന്നത് ഈ ലക്കി ബാമ്പു. ഒരുപാട് വാട്ടറിംഗ് ഒന്നും ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ് ഇതൊക്കെ. പിന്നെ ഇത് വന്നിട്ട് പെനിവേർട്ട് പ്ലാന്റ് ആണ്, അതായത് വെള്ളത്തിൽ വളരുന്നൊരു പ്ലാന്റ് കൂടിയാണ് പെനിവേർട്ട്. നെക്സ്റ്റ് ഈ ഒരു പ്ലാന്റ് വന്നിട്ട് ഡംകെയിൻ റിഫ്ലക്ടറാണ്. അഗ്ലോണിമാസ് പോലെ തന്നെ ലീഫുകളൊക്കെയുള്ള ഒരു സ്പെഷ്യലായിട്ടുള്ള ലീഫാണിതിൻ്റെ. അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് ഈ നിൽക്കുന്ന ഒരു പ്ലാന്റും. ഇതും ഡംകെയിൻ റിഫ്ലക്ടറാണ്. നമ്മുടെ അഗ്ലോണിമ വെറൈറ്റീസൊക്കെ പോലെ തന്നെയാണ് ഇതിൻ്റെ ലീഫ് കാണാൻ. പിന്നെ ഇതിൻ്റെ തണ്ടിന് നല്ല കട്ടിയുണ്ടാവും. പിന്നെ ഇത് വന്നിട്ട് നമുക്കറിയാവുന്ന പോലെ ഒരു പനിക്കൂർക്കലയാണ്, അതിൻ്റെ വെരിഗേറ്റഡാണ് ഈ നിൽക്കുന്നത്. അതും ഈ ഗാർഡനിലുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഇത് വന്നിട്ട് പാമാണ്. പാം തന്നെ ഒരുപാട് വെറൈറ്റീസ് അവൈലബിൾ ആണ്. ഇത് നമ്മൾ നഴ്സറിയിൽ നിന്ന് മേടിച്ച് ഈ ഗാർഡനിൽ വെച്ചതാണ്. ഇത് അത്യാവശ്യം വലിപ്പം കുറഞ്ഞ പാമാണ്. അതുപോലെ വലിപ്പമുള്ള പാമ്പും നമുക്ക് മേടിക്കാൻ കിട്ടും. ചില വീടുകളുടെയൊക്കെ വരാന്തയിലായിട്ട് വെച്ചേക്കുന്ന കാണാം വലിയ വലിയ പാമ്പുകൾ. അപ്പം ഇതൊരുപാട് വാട്ടറിംഗ് ഒന്നും ആവശ്യമില്ലാത്ത ഒരു പാം കൂടിയാണ്. അടുത്ത പ്ലാന്റ് ഈ ഒരു ബ്ലഷൊക്കെ അടിച്ച് നിൽക്കുന്ന പോലെയുള്ള ബിഗോണിയ വെറൈറ്റിയാണ്. ഇവിടെ ഈ ലീഫൊക്കെ വളരെ വലുതായിട്ടാണ് നിൽക്കുന്നത്. അതിൻ്റെ ഒരു പ്രോപ്പർ കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ തണ്ടൊന്നും ചീഞ്ഞു പോവാതെ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ അതിൻ്റെ ഫ്ലവർ പറിച്ച് കളയണം. ബിഗോണിയാസ്, അഗ്ലോണിമാസ് ഇതിനൊന്നും നമുക്ക് ഫ്ലവർ ആവശ്യമില്ല. അതിൻ്റെ ലീഫിൻ്റെ വളർച്ചയെ അത് ബാധിക്കുന്നതുകൊണ്ട് തന്നെ നമ്മളത് ഒടിച്ചു കളഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു അലോക്കേഷ്യ പ്ലാന്റ് ആണ്. ഇത് വളരെ കുറച്ചേ ഈ ഗാർഡനിലുള്ളൂ. അപ്പോൾ നെക്സ്റ്റ് കുറേ അഗ്ലോണിമാസ്. ഇത് വന്നിട്ട് പിങ്ക് ലിപ്സ്റ്റിക്കാണ്. അതുപോലെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് നിൽക്കുന്നത് പിങ്ക് വാലൻറ്റൈൻ, പിന്നെ സ്നോ വൈറ്റ്, അഗ്ലോണിമ സിൽവർ, അങ്ങനെ കുറേ അഗ്ലോണിമ വെറൈറ്റീസ് ഈ ഗാർഡനിലുണ്ട്. ഈ ഒരു അഗ്ലോണിമ വന്നിട്ട് റെഡ് വാലൻറ്റൈൻ ആണ്. ഒരു നല്ല പിങ്ക് ആൻഡ് ഗ്രീൻ ഷെയ്ഡുള്ള ഒരു അഗ്ലോണിമയാണ്. നെക്സ്റ്റ് ഈ ഒരു ഗ്രീൻ ആൻഡ് വൈറ്റ് അഗ്ലോണിമ വന്നിട്ട് മൊറഡോലോക്കാണ്. ഗ്രീൻ ഷെയ്ഡിൽ കുറച്ച് വൈറ്റ് ഡോട്ട്സ് ഒക്കെയുള്ള ഈ ഒരു അഗ്ലോണിമ വന്നിട്ട് ഗാലക്സി എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു ഗാർഡനിൽ ബിഗോണിയാസ് തന്നെ 3 വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ അതിലൊന്നാണ് ഈ കാണിച്ച ബിഗോണിയ. ഇതിൻ്റെ ലീഫൊക്കെ വളരെ വലുതായിട്ട് നിൽക്കുന്നത്. നെക്സ്റ്റ് ഒരു പ്ലാന്റ് വന്നിട്ട് ബിഗോണിയാസിൻ്റെ തന്നെ ഒരു വെൽവെറ്റ് പോലെയുള്ള ബ്രൗൺ ലീഫ് വന്നിട്ട് അതിൻ്റെ അടിയിലായിട്ട് ഒരു മെറൂൺ കളറുള്ള ഒരു ബിഗോണിയാണ്. ഇതും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബിഗോണിയാണ്. നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് ഇതിന് വാട്ടറിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ പ്ലാന്റ്സ് വാട്ടറിങ് ഒന്നും ചെയ്യാതെ നിൽക്കുന്നതും അതുപോലെ വെള്ളം ഒഴിച്ച് അത് നന്നായിട്ട് നല്ല എനർജറ്റിക് ആയിട്ട് നിൽക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മൾ വീഡിയോ എടുക്കാനായിട്ട് ജസ്റ്റ് വാട്ടറിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ലീഫ് നല്ല കട്ടിയുള്ളൊരു ലീഫാണ്. അതുപോലെ നല്ല ഭംഗിയുള്ളതാണ്. ഇതിൻ്റെ ക്രിങ്കിൾഡ് ആയിട്ടുള്ള ബിഗോണിയ ഞാൻ വേറെ കണ്ടിട്ടുണ്ട്. നമുക്ക് ഒരുപാട് കെയറൊന്നും ആവശ്യമില്ലാത്ത പ്ലാന്റുകളാണ് ഈ ബിഗോണിയാസൊക്കെ. ഒരുപാട് മെയിൻ്റനൻസ് ഒന്നും ആവശ്യമില്ല നമുക്ക് ബിഗോണിയാസിന്. വെള്ളം ആവശ്യമുണ്ട്. തണ്ടുകളൊക്കെ ഫുൾ വാട്ടർ ഓർഗനൈസ്ഡ് ആണ്. ഈ ഒരു പ്ലാന്റ് വന്നിട്ട് നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ പ്ലാന്റ് പോലെ വന്നിട്ട് കുറച്ച് മിനിയേച്ചറായിട്ടുള്ള അതുപോലെ ഒരു യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട്. ഇതിൻ്റെ ഗ്രീൻ ഷെയ്ഡ് മാത്രമുള്ള മിനിയേച്ചറുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സ്നേക്ക് പ്ലാന്റ് ആണ് കണ്ടത്. ഈ ഒരു പ്ലാന്റ് വന്നിട്ട് പർപ്പിൾ കളർ ടൊറേനിയ പ്ലാന്റ് ആണ്. വളരെ ബ്യൂട്ടിഫുള്ളായിട്ട് നമ്മുടെ കാക്കപ്പൂവിനോടൊക്കെ റിസംബ്ലൻസ് ഉള്ള ഒരു പൂവാണിത്. കാണാനൊരു ബൾബൊക്കെ ഓൺ ചെയ്ത് വെച്ചേക്കുന്ന പോലെയുള്ള ഒരു പ്രസൻസ് നമുക്ക് ഫീൽ ചെയ്യും ഈ ഒരു പ്ലാന്റ് കാണുമ്പോൾ തന്നെ ഒരു പീസ്ഫുള്ളായിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് വരുന്നത്. ഒരുപാട് ഫ്ലവർ ഉണ്ട് ഈ പ്ലാന്റിൽ. ഗാർഡനിൽ നമ്മൾ ഈ പ്ലാന്റൊക്കെ സെറ്റ് ചെയ്യുവാണെങ്കിൽ മെയിൻ അട്രാക്ഷൻ ഈ പ്ലാന്റൊക്കെ ആയിരിക്കും എന്തായാലും. അത്രയും ബ്യൂട്ടിഫുള്ളാണ് ഈ പ്ലാന്റ് കാണാൻ. നെക്സ്റ്റ് വന്നിട്ട് സ്നേക്ക് പ്ലാന്റിൻ്റെ തന്നെ ഒരു മിനിയേച്ചറായിട്ടുള്ള പ്ലാന്റാണ്. പിന്നെ സ്നേക്ക് പ്ലാന്റിൻ്റെ തന്നെ വേറെ യെല്ലോ ആൻഡ് ഗ്രീൻ ഷെയ്ഡ് വരുന്ന അത്യാവശ്യം ലെങ്ത് വെക്കുന്ന ഒരു സ്നേക്ക് പ്ലാന്റ് ആണ്. പിന്നെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഈ ഒരു ഗ്രീൻ കളറുള്ള സ്നേക്ക് പ്ലാന്റ് ആണ്. ഈ ഒരു ഗാർഡനിൽ ഇത്രയും അധികം പ്ലാന്റ്സ് എങ്ങനെയാണ് വന്നതെന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് പ്ലാന്റ്സിനോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നുമ്പോൾ നമ്മൾ പ്ലാന്റ് എവിടെ കണ്ടാലും കളക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. അങ്ങനെയാണ് സിസിന് ഇത്രയധികം പ്ലാന്റ്സ് കിട്ടിയത്. അതുപോലെ ഒരുപാട് പൈസ കൊടുത്ത് വാങ്ങിക്കാറുമുണ്ട്. ഇത് അഗ്ലോണിമാസ് ആണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്ലാന്റ് വന്നിട്ട് അഗ്ലോണിമാസിൻ്റെയും അതുപോലെ കലാത്തിയുടെയും ഒക്കെ വെറൈറ്റീസാണ് നിൽക്കുന്നത്. ഗ്രീൻ വെറൈറ്റി അഗ്ലോണിമാസൊക്കെ ധാരാളം ഉണ്ട്. ഈ ഒരു അഗ്ലോണിമ വന്നിട്ട് ഗ്രീൻ ബൗളാണെന്ന് തോന്നുന്നു.
ഇത് അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇവിടെ നിൽക്കുന്നതൊക്കെ. ഇതൊരു കലാത്തിയ പ്ലാന്റ് ആണ്. നമ്മൾ ഓൾറെഡി ഈ ഗാർഡനിൽ വേറൊരു കലാത്തിയ കണ്ടായിരുന്നു. അതുപോലെ തന്നെ വേറൊരു വെറൈറ്റി കലാത്തിയയും കൂടെ ഉണ്ട് ഇതിൻ്റെ അടിയിലായിട്ട്. ഇത് ഈ പ്ലാന്റ് ആണ്. ഇത് വളരെ കുറച്ചേ ഉള്ളൂ, അതായത് ഷെയ്ഡ് ലവിങ് ആയിട്ടുള്ള സൺലൈറ്റ് തീരെ ഇഷ്ടമല്ലാത്ത ഒരു പ്ലാന്റ് ആണ് കലാത്തിയാസൊക്കെ. വെയിലൊക്കെ അടിച്ചാൽ ബേണായി പോകാൻ ചാൻസ് ഉണ്ട് ഇതിൻ്റെ ലീഫൊക്കെ. അപ്പോൾ ഇതും ഒരു ഗ്രീൻ വെറൈറ്റി അഗ്ലോണിമയാണ്. ഇതിൻ്റെ ഇടയിലൊക്കെ ആയിട്ട് ഒരുപാട് പ്ലാന്റ്സ് നിൽപ്പുണ്ട്, നമുക്കങ്ങനെ കറക്റ്റ് പറയാൻ പറ്റുന്നില്ല. ഇത് വന്നിട്ട് നാരോ ലീഫാണ് അഗ്ലോണിമയുടെ. അഗ്ലോണിമസിനെ കുറിച്ച് അറിയാവുന്നവർക്ക് പെട്ടെന്ന് തന്നെ പേരുകൾ മനസ്സിലാവും. ഈ ഒരു പ്ലാന്റ് വന്നിട്ട് നമ്മൾ നേരത്തെ കണ്ട പാമിൻ്റെ വലിയ പാമാണിത്. സിറ്റ് ഔട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ നല്ലൊരു അടിപൊളി പ്ലാന്റാണ് ആ ഒരു പാം. ഇതിൻ്റെ അടിയിലായിട്ട് കുറേ പ്ലാന്റ്സ് ഇരിക്കുന്നുണ്ട്. ബ്ലാക്ക് സീസിയുടെ പ്ലാന്റ്സ് ഒക്കെ ഇതിൻ്റെ അടിയിലായിട്ട് ഇരിക്കുന്നതായിട്ട് കണ്ടു. പിന്നെ പോത്തോസ് ഉണ്ട്, മാർബിൾ പോത്തോസും ഏഞ്ചൽ പോത്തോസൊക്കെ വെച്ചിട്ടുണ്ട്. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇവിടുത്തെ എല്ലാ പ്ലാന്റ്സും നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്. കാരണം അത് നോക്കുന്നതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി കൊണ്ടാണ്. സി പ്ലാന്റ്സ് ഒക്കെ ആണെങ്കിലും നല്ല ഹെൽത്തി ആയിട്ട്, അതുപോലെ ഒരുപാട് സൺലൈറ്റ് ഒന്നും അടിക്കാത്തടത്താണ് വെച്ചേക്കുന്നത്. ഇത് വന്നിട്ട് സ്നേക്ക് പ്ലാന്റ് ആണ്. അതുപോലെ ഡാർക്ക് സിസിയുടെ ഒരു പ്ലാന്റും ഇവിടെ വരാന്തയിൽ നിൽക്കുന്നുണ്ട്. ഇത് നോർമൽ സി പ്ലാന്റ് ആണ്, ഇതും ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ ഗാർഡൻ്റെ ഒരു പെക്യുലിയാരിറ്റി എന്ന് പറഞ്ഞാൽ ആ പോട്ടിംഗ് ഒക്കെ ആണെങ്കിലും കാണാൻ നല്ല മനോഹരമായിട്ടുണ്ട്. അതിൽ സ്റ്റോൺസൊക്കെ ഇട്ട് വളരെ ബ്യൂട്ടിഫുള്ളായിട്ടാണ് അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. നെക്സ്റ്റ് വന്നിട്ട് ഈ അഗ്ലോണിമാസൊക്കെയാണ്. ഇത് പിങ്ക് സാഡിൻ്റെ ഒരു പ്ലാന്റ് ആണ് ഈ നിൽക്കുന്നത്. എല്ലാം വളരെ ബുഷിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നുണ്ട്, പ്രോപ്പർ കെയറിങ്ങും വാട്ടറിങ്ങും ഒക്കെ കൊണ്ട്. ഇതും അഗ്ലോണിമയുടെ വേറൊരു വെറൈറ്റി പ്ലാന്റ് ആണ്. പിന്നെ റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ് ഉണ്ട് ഈ ഗാർഡനിൽ. ഒരുപാട് പോട്ടിലിരിക്കുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഇതൊക്കെ കോമൺ ആയിട്ട് എല്ലായിടത്തും കാണുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് റെഡ് ലിപ്സ്റ്റിക്കിൻ്റെ പ്ലാന്റ്. നെക്സ്റ്റ് വന്നിട്ട് സിയാമ്പേളിൻ്റെ ഒരു പ്ലാന്റ് ആണ്. എല്ലാം വളരെ ഹെൽത്തി ആയിട്ട് വളരെ ബുഷി ആയിട്ടൊക്കെയാണ് നിൽക്കുന്നത്. ബോക്സറിൻ്റെ പ്ലാന്റ് ഉണ്ട്. ബോക്സറൊക്കെ ആണെങ്കിൽ ലീഫൊക്കെ അത്യാവശ്യം വളരെയധികം വലിപ്പമുള്ള ഒരു രീതിയിലാണ് നിൽക്കുന്നത്. അതുപോലെ എമറാൾഡ് ബേയും ബിഗ് റോയുടെ പ്ലാന്റ് ആണെങ്കിൽ 3-4 പോട്ടിലാക്കി പെയിൻറ്റ് ബക്കറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിൽ 3-4 ഇതിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ഒരുപാട് ബൾക്കായിട്ട് നിൽക്കുന്ന എന്ത് പ്ലാന്റ് ആണെങ്കിലും അത് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ലീഫൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാവും, ആ ഒരു ഷെയ്ഡ് കയറി വരുന്നതായിട്ട് കാണാം. അതുപോലെ അഗ്ലോണിമ സിൽവറും ഒരുപാട് പ്ലാന്റ്സ്, അതായത് അഗ്ലോണിമ വെറൈറ്റീസ് തന്നെ ഒരു കളക്ഷൻ തന്നെയുണ്ട്. ഗ്രീൻ വെറൈറ്റി അഗ്ലോണിമാസ് ഈ ഗാർഡനിൽ ധാരാളമായിട്ടുണ്ട്. അഗ്ലോണിമ ക്യൂൻ ഉൾപ്പെടെയുള്ള ഗ്രീൻ വെറൈറ്റീസ് ഉണ്ട്. അതുപോലെ വൈറ്റ് ടൈഗർ ഉണ്ട്. പിന്നെ ഒരുപാട് ഗ്രീൻ വെറൈറ്റി അഗ്ലോണിമാസ് ഈ ഗാർഡനിലുണ്ട്. അഗ്ലോണിമ കിങ് ഉണ്ട്. അങ്ങനെ കുറേ ഗ്രീൻ വെറൈറ്റീസാണ് കൂടുതലും എന്ന് എനിക്ക് തോന്നുന്നു. ഓൾറെഡി 35 പരം അഗ്ലോണിമാസ് എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ ഞാൻ എല്ലാ അഗ്ലോണിമാസിനെയും ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടുത്തുന്നുണ്ട്. നമ്മളിപ്പോൾ വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറച്ചായി, നമ്മൾ കുറച്ച് തിരക്കായിരുന്നുകൊണ്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാതിരുന്നത്. അപ്പം നെക്സ്റ്റ് ഈ പില്ലറിൽ വന്നേക്കുന്ന പ്ലാന്റ് വന്നിട്ട് ഒരു ക്രീപ്പറാണ്. അതുപോലെ ഇതിൻ്റെ പേരെന്താണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ മറന്നുപോയി, എനിക്കറിയാവുന്ന ഒരു പേരായിരുന്നു ഈ പ്ലാന്റിൻ്റെ എന്നിങ്ങനെ പറഞ്ഞു. ഉള്ള പ്ലാന്റുകൾ തന്നെ വീണ്ടും റീപ്പോർട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണിത്. എമറാൾഡ് ബേയും അതുപോലെ പിങ്ക് ലിപ്സ്റ്റിക്ക്, പിന്നെ പിങ്ക് സോഡിൻ്റെ പ്ലാന്റ്, ബിഗ് റോയുടെ പ്ലാന്റ്, എമറാൾഡ് ബേയുടെ പ്ലാന്റ്, അങ്ങനെ ഒരുപാട് പ്ലാന്റ്സ് വീണ്ടും റീപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കൂടെ തന്നെ നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ച കളക്ഷൻസൊക്കെ ഉണ്ട്. അതായത് ഈ അടുത്ത് തന്നെ വാങ്ങിച്ച കുറച്ച് കളക്ഷൻസും കൂടെ ഉണ്ട്. ട്രൈ കളർ അഗ്ലോണിമാസും. ഈ ഒരു അഗ്ലോണിമ വന്നിട്ട് കോബ്രയാണ്. ഇതിലൊരു 3-4 ഷൂട്ടുണ്ട് ഈ പ്ലാന്റിന്. നമ്മൾ ഈ അടുത്ത് മേടിച്ച് വെച്ചൊരു പ്ലാന്റാണിത്. പ്ലാന്റിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ രണ്ടുപേരും ഒരേ മൈൻഡാണ്. അതായത് ഞാൻ കാണുന്ന പ്ലാന്റ്സ് ഞാൻ സിസ്സിനും, സിസ് കാണുന്ന പ്ലാന്റ്സ് എനിക്കും അയച്ചു തരാറുണ്ട്. അപ്പോൾ ഏതെങ്കിലും പ്ലാന്റ്സൊക്കെ സെല്ല് ചെയ്യാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാറുണ്ട്. ഇതൊക്കെ കുറച്ച് റെഡ് വെറൈറ്റി അഗ്ലോണിമാസ് ആണ്. റെഡ് വെറൈറ്റി അഗ്ലോണിമാസ് വന്നിട്ട് ഇതിൽ ജയ്പോങ് റെഡ് ഉണ്ട്, അജ്മാനി റെഡ് ഉണ്ട്, ബ്യൂട്ടി റെഡ് ഉണ്ട്. പിന്നെ അങ്ങനെ ഒരുപാട് റെഡ് വെറൈറ്റി അഗ്ലോണിമാസ് ഉണ്ട്. പിന്നെ വന്നിട്ട് കൊച്ചിൻ ബീച്ചും, അതുപോലെ തന്നെ നെക്സ്റ്റ് പ്ലാന്റ് വന്നിട്ട് 24 ക്യാരറ്റ്, അങ്ങനെ പല വെറൈറ്റി അഗ്ലോണിമാസ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ഈ അടുത്തിടെ വാങ്ങിച്ച കളക്ഷൻസാണ്. ഇത് വന്നിട്ട് ബ്ലാക്ക് മറൂണാണ് ഈ ഒരു അഗ്ലോണിമ വന്നിട്ട്. വളരെ ചെറുതായിട്ടുള്ള ഒരു അഗ്ലോണിമയാണ്, അതായത് ഒരുപാട് ഹൈറ്റൊന്നും വെക്കാത്ത ഒരു അഗ്ലോണിമ കൂടിയാണ്. ഈ ഒരു പ്ലാന്റ് വന്നിട്ട് സൂപ്പർ വൈറ്റിൻ്റെ ഒരു പ്ലാന്റാണ്. വൈറ്റ് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനുള്ള ഒരു പ്ലാന്റാണ്. ഇത് വന്നിട്ട് അഗ്ലോണിമ ബട്ടർഫ്ലൈ ആണ്. ഇതൊക്കെ വളരെ ചെറിയ പ്ലാന്റ്സ് ആണ്. ഈ ഒരു അഗ്ലോണിമ വന്നിട്ട് വൈറ്റ് ബ്യൂട്ടിയാണ്. നെക്സ്റ്റ് ഒരു അഗ്ലോണിമ വന്നിട്ട്
പിങ്ക് കുങ്കും എന്നാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ മച്ചർ പ്ലാന്റ് കാണാൻ നല്ല ഭംഗിയാണ്. ഈ ഒരു പ്ലാന്റ് ഇതിപ്പോൾ ബേബി പ്ലാന്റ് ആണ്. ഇത് വന്നിട്ട് കൊച്ചിൻ പീച്ചാണോ കൊച്ചിൻ പിങ്ക് ആണോ എന്ന് എനിക്ക് കറക്റ്റ് അറിയില്ല. അഗ്ലോണിമ വെറൈറ്റീസ് തന്നെയാണ് കൂടുതലും കളക്ഷൻ ഉള്ളതെന്ന് പറയാം ഈ ഒരു ഗാർഡനിൽ. അതുപോലെ മറ്റ് പ്ലാന്റ്സും ഒരുപാടുണ്ട്. ഈ അഗ്ലോണിമ വന്നിട്ട് റൊട്ടാണ്ടം ടൈഗർ എന്നാണ്. അതിനൊരു ബേബി പ്ലാന്റ് ഒക്കെ വന്ന് നിൽക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ കുറേ ഡോണ കാർമൻ്റെ പ്ലാന്റ്സ് ആണ് ഒരു ഏരിയ ഫുള്ളും ഇങ്ങനെ വെച്ചേക്കുന്നത്. അതിൻ്റെ ഇടയിലായിട്ട് ഒരു കാക്ടസ് പ്ലാന്റ് ഇരിക്കുന്നുണ്ട്. ഒരുപാട് വാട്ടറിംഗ് ഒന്നും ആവശ്യമില്ലാത്ത ലോ കെയർ ആൻഡ് ലോ മെയിൻ്റനൻസ് മതി ഇങ്ങനെയുള്ള പ്ലാന്റുകൾക്ക്. ഈ ഗാർഡനിൽ ഡോണ കാർമൻ്റെ ഒരു കളക്ഷൻ തന്നെയുണ്ട്. അതുപോലെ ഒരു ബാംബു ലീഫ് വരുന്ന ഒരു പ്ലാന്റാണിത്. ഒരു ബാംബുവിൻ്റെ ലീഫൊക്കെ പോലെ വരുന്ന നല്ലൊരു അടിപൊളിയായിട്ടുള്ള പ്ലാന്റാണ്. പിന്നെ നെക്സ്റ്റ് ഒരു അരേലിയ പ്ലാന്റും അവിടെ നിൽപ്പുണ്ട്. നമ്മൾ കണ്ട വേറൊരു വെറൈറ്റി അരേലിയയാണ്. വളരെ ബുഷിയായിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഈ ഗാർഡനിൽ മെയിനായിട്ട് എടുത്ത് പറയേണ്ടത് എപ്പീഷ്യയുടെ കുറേ പ്ലാന്റ്സ് ആണ്. അതായത് ഒരു മതിലിൻ്റെ സൈഡ് ഫുള്ളും ഇങ്ങനെ എപ്പീഷ്യ പ്ലാന്റ്സ് വെച്ച് വിട്ടേക്കുവാണ്. മഴ പെയ്യുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ ലീഫൊക്കെ കുറച്ച് ചീഞ്ഞ് പോയിട്ടുണ്ട്. പിങ്ക് കളർ ഫ്ലവറും അതുപോലെ റെഡ് കളർ ഫ്ലവറും ഉള്ള എപ്പീഷ്യകളാണ് ഇങ്ങനെ മിക്സ് ചെയ്ത് നട്ട് വെച്ചേക്കുന്നത്. എപ്പീഷ്യാസ് തന്നെ നമുക്കറിയാമല്ലോ, യെല്ലോ കളറുള്ള ഫ്ലവറുള്ള എപ്പീഷ്യകളുണ്ട്. ഇതിൽ റെഡ് ആൻഡ് പിങ്ക് ഉള്ളതാണ് നട്ടേക്കുന്നത്. അപ്പോൾ മഴ വീഴാത്ത സ്ഥലത്തൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഇലകളും പൂക്കളും ഒക്കെ ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽപ്പുണ്ട്. ഇതിനൊരുപാട് മണ്ണൊന്നും ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ മതിലിലാണിത് ഇങ്ങനെ കയറ്റി വിട്ടേക്കുന്നത്. ഒരു ഏരിയ ഫുള്ളും ഇതാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു വീട് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഓരോ കോർണറിലും ചെടിയുടെ ഒരു പ്രസൻസ് ഇല്ലാത്ത സ്ഥലമില്ല. അത്ര ബ്യൂട്ടിഫുള്ളായിട്ടാണ് ഗാർഡൻ സെറ്റ് ചെയ്തേക്കുന്നത്. ചെടികളോട് ഇഷ്ടമുള്ളവർ നമ്മൾ മാക്സിമം എവിടെ പ്ലാന്റ് ചെയ്യും അവിടെ പ്ലാന്റ് ചെയ്യുമല്ലോ. ആ ഒരു രീതിയിലാണ് ഈ ഗാർഡൻ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. എന്ത് ബ്യൂട്ടിഫുള്ളായിട്ടാണ്. ഒരുപാട് പൂക്കളുണ്ടായി നിൽപ്പുണ്ടായിരുന്നു എപ്പീഷ്യയുടെ. അപ്പോൾ ഞാൻ അതൊക്കെ കുറേ വീഡിയോസൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഓവർവ്യൂ കാണിക്കുന്നുണ്ട്. ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ഈ പ്ലാന്റ്സ് നിൽക്കുന്നത്. നമ്മളതിൻ്റെ അടുത്തൂടെ നടന്നുപോയി വീഡിയോസൊക്കെ എടുത്താണ്. പിന്നെ ഈ ഗാർഡനിൽ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഒരു വീടിന് 4 കോർണറാണ്. ആ 4 കോർണറിലും പ്ലാന്റ്സ് ഉള്ള ഒരു വീടാണ്. ഇവിടെ കുറേ ഹാങ്ങിങ് ബോർഡ്സ് ഉണ്ട്. ഞാൻ ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് ഹാങ്ങിങ് ബോർഡ്സ് ഒന്നും കാണിക്കുന്നില്ല. പിന്നെ ഇവിടെ വന്നിട്ട് അഗ്ലോണിമ നാരോ ലീഫിൻ്റെ ഒരു പ്ലാന്റും കൂടെ ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ഒരു വീടിൻ്റെ ഗാർഡൻ ടൂറാണ് ഈ വീഡിയോയിലൂടെ കണ്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല. അതുപോലെ നമ്മുടെ ഫാമിലി ഓരോ ദിവസം ചെല്ലുന്തോറും വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം. പുതിയ ഗാർഡനിങ് ഐഡിയാസൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് സെക്ഷനിലൂടെ നമ്മളെ അറിയിക്കാവുന്നതാണ്. നമ്മൾ വീഡിയോയിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. താങ്ക്